കാലത്തിന്റെ ഒഴുക്കിൽ പലതും മാറി മറഞ്ഞിട്ടും നൂറ്റാണ്ടുകളുടെ പഴക്കത്തിന്റെ ഗാംഭീര്യവും ചരിത്രത്തിന്റെ ശേഷിപ്പുകളും ഒട്ടും ചോർന്നു പോകാതെ ഉയർന്നു നിൽക്കുന്ന, ചുറ്റും പച്ചപ്പുകൾ കൊണ്ടും ഗ്രാമീണ ഭംഗി കൊണ്ടും അനുഗ്രഹീതമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പയോട്ട പള്ളിയുടെ മുമ്പിലാണ് ഞാനുള്ളത്. നമുക്കിവിടത്തെ വിശേഷങ്ങളിലേക്ക്, കഥകളിലേക്ക് കടക്കാം. കാസർഗോഡ് ടൗണിൽ നിന്ന് വെറും 7 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് കൽനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നുള്ളത്. സ്റ്റേഷനിൻ്റെ തൊട്ടടുത്തായി പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു പുണ്യഭൂമി കാണാൻ സാധിക്കും. അതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ പയോട്ട മസ്ജിദ്. ഒരു വശത്ത് പച്ച വിരിച്ച അരിയുടെ പാടങ്ങളും മറുവശത്ത് തല ഉയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും അതിൻ്റെ നടുവിലായി ശാന്തമായി കിടക്കുന്ന പള്ളിക്കുളവും ഈ നാടിൻ്റെ ഐശ്വര്യമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് മർഹൂം ഹസൻകുട്ടി ഹാജി അവർകൾ ഈ മനോഹരമായ പള്ളിയെ നിർമ്മിക്കുന്നുള്ളത്. ഈ പള്ളിയിൽ ഖാദി സഈദ് മുസ്ലിയാർ ദീർഘകാലം ദറസ് നടത്തിയിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. ഈ പയോട്ട മണ്ണിൽ തന്നെയാണ് മഹാനവറുകൾ മറപ്പെട്ട് കിടക്കുന്നുള്ളത്. പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ ആ പഴമയാർന്ന തടിയുടെ വാതിലുകളും മേലാപ്പും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. വരാണ്ടയിൽ മുകളിലെ തട്ടിൻപുറത്തേക്ക് ചാരി വെച്ചിരിക്കുന്ന പഴയ മരത്തിൻ്റെ ഏണിക്ക് ഒരുപാടുണ്ട് പറയാൻ. പള്ളിയുടെ തൊട്ടടുത്തായി ആ പഴയ നാടൻ ചായക്കടയിലിരുന്ന് ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം. തൊട്ടടുത്തുകൂടി തീവണ്ടികൾ ഇറമ്പിയാർത്ത് പാഞ്ഞിട്ടും ആ പള്ളിയുടെ ശാന്തതയ്ക്ക് ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. തിരക്കുകളിൽ നിന്ന് മാറി ഒരു അല്പം സമാധാനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്ന് കാണേണ്ട ഒരു മനോഹരമായ സ്ഥലമാണ് പയോട്ട മസ്ജിദ്.